ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആർണൂസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് അരിമുറുക്ക്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ അല്ല ഇതുവരെ ആർണൂസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തേണേ. അതിനൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നമുക്കിത് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസിൻ്റെ അളവാണ് കേട്ടോ ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് ഇവിടെ എടുത്തത്, ഒരു കുപ്പി ഗ്ലാസ് നോർമലി. പിന്നെ അര സ്പൂൺ മുളക് പൊടി, കാരണം കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ എരിവ് അതിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിൻ്റെ അളവ് മാറ്റം വരുത്താം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ജീരകം, പിന്നെ കുറച്ച് എള്ള്, കറുത്ത എള്ളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യ് വേണ്ട, ഓയിലാണ് ഇഷ്ടമെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം. ഞാനിവിടെ നെയ്യ് ഉപയോഗിക്കുന്നേ ഉള്ളൂ. പിന്നെ നല്ല തിളച്ച ചൂടുവെള്ളമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന പോലെ നല്ല തിളച്ച ചൂടുവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ചൂടുവെള്ളം നിങ്ങൾ ഇത് കുഴക്കുന്നതിന് ആവശ്യത്തിന് നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ മതി, അതിന് പ്രത്യേക അളവൊന്നുമില്ല. ഓരോരുത്തർ അരിപ്പൊടി കുഴച്ച് കിട്ടുന്ന പാകത്തിന് നിങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് സ്പൂണെടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം, കാരണം ചൂടുണ്ട്. അതുകൊണ്ട് ഞാൻ സ്പൂൺ കൊണ്ടാണ് ഇപ്പം കുഴക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ചിലവർ മുറുക്കിരി കടലപ്പൊടിയും ഉഴുന്നു പരിപ്പൊക്കെ ഉപയോഗിക്കും. ഞാൻ ഇവിടെ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഉഴുന്നു പരിപ്പൊന്നും ഉപയോഗിക്കാതെ തന്നെ എനിക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക് എനിക്ക് റെഡിയാക്കി കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ കടലപ്പൊടിയോ ഉഴുന്നു പരിപ്പൊന്നും ഉപയോഗിക്കാത്തത്. അല്ല, നിങ്ങൾക്ക് അത് നിർബന്ധമാണെങ്കിൽ ഈ വെള്ളം ഒഴിക്കുന്നതിന് മുന്നിൽ കുറച്ച് ഉഴുന്നു പരിപ്പൊന്ന് ചൂടാക്കിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അത് ചേർത്താൽ മതി. അതും ടേസ്റ്റ് കിട്ടും. പക്ഷേ എനിക്ക് ഇങ്ങനെ ചെയ്തിട്ട് നല്ല പെർഫെക്റ്റായിട്ട് മുറുക്ക് കിട്ടുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് കഴിയോടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഇടിയപ്പത്തിൻ്റെ ഒക്കെ പാകാവില്ലേ, അതേ രീതിയിലൂടെ നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമ്മൾ ഇടിയപ്പത്തിൻ്റെ പാകത്തിലാക്കിയ രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്കിനി നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ഓയിലായിട്ടാണ് ഞാൻ നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ട് ഇതാക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിനെ നൂലുപുട്ടിൻ്റെ അച്ചുണ്ടാവില്ല, അതിനകത്ത് മുറുക്കിൻ്റെ അച്ച് വെച്ചിട്ട് ഇത് നമുക്ക് നിറച്ചിട്ട് ചുറ്റിയെടുക്കാം. അപ്പോൾ ഞാനിങ്ങനത്തെ നൂലുപുട്ടിൻ്റെ അച്ചാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നിറച്ചിട്ട് മുറുക്ക് ചുറ്റിയെടുക്കുകയാണ്. അപ്പോൾ ആ ചുറ്റുമ്പോൾ മുറുക്ക് നമുക്ക് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഴച്ചത് വെള്ളം കുറവാണെന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക് കവർ വെച്ച് അതിനകത്ത് കുറച്ച് ഓയിൽ തടയിട്ടാണ് അതിലാണ് മുറുക്ക് ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ മുറുക്ക് ചുറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇത് പകുതിക്കെന്ന് വെച്ച് പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ കുഴച്ച മാവിന് വെള്ളം കുറവാണെന്നാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിട്ട് ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഓയിലുണ്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വേറൊരു പാനിൽ. അപ്പോൾ നമുക്കിത് ചുറ്റെടുക്കുന്ന സമയം കൊണ്ട് ഓയിൽ ചൂടാവട്ടെ, എന്നിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്.